വിജയം കണ്ടെത്തുവാൻ നിങ്ങളെ കണ്ടെത്തുക. ആഫ്രിക്കയിലെ ഒരു ഗ്രാമത്തിൽ അനേക വർഷം മുമ്പ് ഒരു കർഷകൻ ജീവിച്ചിരുന്നു. അയാളുടെ പേര് ഹാഫിസ് എന്നായിരുന്നു, HAFIZ. ഹാഫിസ് സന്തുഷ്ടനായ ഒരു കർഷകനായിരുന്നു. ഒരിക്കൽ ഹാഫിസിന്റെ വീട്ടിൽ ഒരു ബുദ്ധിമാനായ വൃദ്ധൻ ചെന്നു. സംസാരമധ്യേ ചോദിച്ചു, ഹാഫിസ്, നീ വജ്രങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹാവ് യു സീൻ ഡയമണ്ട്സ്? ഹാഫിസ്, നോ, ഐ ഹാവ് നെവർ സീൻ. എന്താണ് അതിന്റെ പ്രത്യേകത? ആ വൃദ്ധൻ പറഞ്ഞു, ഡയമണ്ട്സ് ആർ വെരി പവർഫുൾ. വജ്രങ്ങൾ വളരെ വിലയേറിയതാണ്. ഒരു വിരലിന്റെ വലുപ്പത്തിൽ വജ്രം കിട്ടിയാൽ നീയാകും ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നൻ. അല്ല, ഒരു മുഷ്ടിയുടെ വലുപ്പത്തിൽ വജ്രം കിട്ടിയാൽ ഈ രാജ്യത്തെ വലിയ സമ്പന്നായി മാറുവാൻ നിനക്ക് കഴിയും. വൃദ്ധൻ പോയെങ്കിലും ഹാഫിസ് ഉറങ്ങിയില്ല. അവന്റെ മനസ്സിലും ചിന്തയിലും സ്വപ്നങ്ങളിലും നിറയെ വജ്രങ്ങളായിരുന്നു. പിറ്റേന്ന് രാവിലെ ഹാഫിസ് എഴുന്നേറ്റ് വീടും പറമ്പും വിറ്റു. കിട്ടിയ പണവുമായി ആഫ്രിക്കയിൽ അങ്ങോളം ഇങ്ങോളം നടന്നു. എന്തിനു വേണ്ടി? വജ്രങ്ങൾക്ക് വേണ്ടി. കിട്ടിയില്ല. ഹാഫിസ് തിരിച്ച് ബാക്കിയുള്ള പണവുമായി യൂറോപ്പിലേക്ക് പോയി. യൂറോപ്പിലെ ഓരോ ഗ്രാമങ്ങളിലും ഓരോ പട്ടണങ്ങളിലും ഹാഫിസ് നടന്നു. എന്തിരക്കി? വജ്രം തേടി. കിട്ടിയില്ല. സ്പെയിനിലെത്തിയപ്പോഴേക്കും കയ്യിലെ പണം തീർന്നു. ശാരീരികമായി തളർന്നു, മാനസികമായി തളർന്നു. സ്പെയിനിലെ ബാഴ്സലോണിയ നദിയിൽ ചാടി ഹാഫിസ് ആത്മഹത്യ ചെയ്തു. തിരികെ നാട്ടിൽ ഹാഫിസിന്റെ ഭൂമി വാങ്ങിച്ച മറ്റൊരു കർഷകൻ, അയാൾ ആ സ്ഥലത്ത് കൃഷി ചെയ്തുകൂടെ ഒട്ടകത്തെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി നിർത്തി. ഒട്ടകത്തെ കുളിപ്പിക്കുന്നൂടെ കുറെ വെള്ളം പറമ്പിലൂടെ ഒഴുകിയ വെള്ളത്തിൽപ്പെട്ട ഒരു കല്ല് തിളങ്ങുന്ന അയാൾ കണ്ടു. അയാൾ ആ കല്ല് കഴുകി തന്റെ മുറിയിൽ കൊണ്ടുപോയി വെച്ചു. ഏതാനും ആഴ്ച കഴിഞ്ഞപ്പോൾ പഴയ വൃദ്ധന വഴിക്ക് വന്നു. അയാൾ വന്നപാടെ ചോദിച്ചു, വേർ യു ഗോട്ട് ദിസ് ഡയമണ്ട്? എവിടുന്നാണ് ഈ ഡയമണ്ട് കിട്ടിയത്? ആ മനുഷ്യൻ പറഞ്ഞു, ഇത് ഡയമണ്ട് അല്ല, എന്റെ പറമ്പിലെ സാധാരണ കല്ലാണ്. അയാൾ പറഞ്ഞു, അല്ല, ഇത് തീർച്ചയായും ഡയമണ്ട് ആണ്. അവർ പരീക്ഷണശാലയിലേക്ക് അയച്ചു തിരിച്ചറിയാൻ വേണ്ടി. കഥ അവസാനിക്കുന്ന എങ്ങനെയാണ്? അതൊരു വജ്രമായിരുന്നു എന്ന് മാത്രമല്ല, ആഫ്രിക്കയിൽ ഏറ്റവും അധികം വജ്രങ്ങൾ കുഴിച്ചെടുത്തത് ഹാഫിസ് വിറ്റ ഈ ഭൂമിയിൽ നിന്നായിരുന്നു. എന്താ മനസ്സിലായത്? എന്താ അർത്ഥം? എന്താ? സ്വന്തം കഴിവിനെ തിരിച്ചറിയാതെ എവിടെയും പരിധി കിട്ടി യാതൊരു കാര്യവുമില്ല. പല ഉത്തരങ്ങൾ അതിനുണ്ട്. ചിലർ പറയും ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച, അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച. ചിലർ പറയും അത്യാഗ്രഹിയാവരുത്. അർത്ഥം ഇതാണ്, പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ ഉള്ളിൽ കഴിവുകളുണ്ട്. വജ്രങ്ങൾ പുറമേ അല്ല, നമ്മുടെ ഉള്ളിലാണ്. ഡിസ്കവർ യുവർ സെൽഫ് ടു ഡിസ്കവർ സക്സസ്. വിജയം തേടി വേറെ ആരെയും നോക്കണ്ട, മറ്റാരും ചെയ്ത് വഴി നോക്കണ്ട, മറ്റാരും ജീവചരിത്രമല്ല പഠിക്കേണ്ടത്. നിങ്ങൾ നിൽക്കുന്നിടത്ത് വജ്രങ്ങളുണ്ട്. യു ആർ എ പേഴ്സൺ വിത്ത് ഫുൾ ഓഫ് ഡയമണ്ട്സ്. നിങ്ങൾ കഴിവുകളുണ്ട്, നിങ്ങൾ വജ്രങ്ങളുണ്ട്. നിങ്ങളുടെ സ്ട്രാറ്റജിയാണ്, എന്റെ കഴിവുകളെ ഞാൻ ഉപയോഗിക്കും. ഞാൻ മിടുക്കനാണ്, ഞാൻ മിടുക്കിയാണ്. ഐ എം കോൺഫിഡന്റ്, ഐ എം പവർഫുൾ, ഐ എം യുണീക്, ഐ എം സ്പെഷ്യൽ, ഐ എം ബ്ലസ്ഡ്, ഐ എം ടാലന്റഡ്, ഐ എം ഗിഫ്റ്റഡ്, ഐ എം എ ഗ്രേറ്റ് പേഴ്സൺ, ഐ എം സ്മാർട്ട്, ഐ എം ഡിഫറെന്റ്. ഞാൻ വിജയിയാണ്. ഡിസ്കവർ യുവർ സെൽഫ് ടു ഡിസ്കവർ സക്സസ്. എന്നെ തിരിച്ചറിയാൻ കഴിയുമ്പോൾ എനിക്ക് വിജയം കൈപ്പിടിയിലേക്ക് ഒതുക്കാൻ കഴിയും. തിരിച്ചറിയുക, നിങ്ങൾ കഴിവുള്ളൊരു വ്യക്തിയാണ്, സാധാരണ വ്യക്തിയല്ല.